വെൽക്കം ടു ദി ഡേ 2 ഓഫ് അവർ രാമേശ്വരം വ്ലോഗ് ഫൈനൽ പാർട്ട്. അങ്ങനെ ധനുഷ്കോടി ഇനി ഒന്ന് ഫുള്ള് കാണണമെന്നുണ്ടായിരുന്നില്ല. ഈ വെയിൽ അങ്ങോട്ട് ഒട്ടും സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഫേസ് ആകെ അങ്ങോട്ട് നീറാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. എനിക്കാണെങ്കിൽ ക്യാമറ നോക്കി ഒന്ന് ചിരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും ഇങ്ങനെ പാമ്പം പാലം കണ്ടപ്പോഴേക്കും ഇല്ലേ ഇവിടുന്ന് പോവാണല്ലോ എന്നോർത്തൊരു വിഷമം തോന്നി. പിന്നെ ആ വിഷമം മാറ്റാനല്ലേ ഈസ് അങ്ങനെ എടുത്ത് കഴിച്ചു. പിന്നെ മറ്റേ ചൂടത്ത് ചൂട് ചായ കുടിച്ചത് ഇപ്പോഴും എന്റെ മനസ്സിൽ തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം വല്ല ഷേക്കാണ് അങ്ങോട്ട് ഓർഡർ ചെയ്തത്. എവിടെയോ എന്തോ ഒരു തകരാറ്. തോന്നിയതാവും വിചാരിച്ച് ഞാൻ ഒന്നുകൂടി കുടിച്ചു നോക്കി. പക്ഷെ ഇത് എന്റെ ഭാഗത്തെ കുഴപ്പമായിരുന്നേ. കാരണം ഞാൻ വിത്തൗട്ട് എന്ന് പറയേണ്ടതായിരുന്നു. കാരണം ഇത് കുടിക്കുന്നതിന് പകരം പഞ്ചസാര വായിലിട്ട് ചവയ്ക്കണ പോലെയായിരുന്നു എനിക്ക് തോന്നി. ഇനി പകുതി കുടിച്ചാൽ തന്നെ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നു മനസ്സിലായതോടെ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. ഇത് പക്ഷേ ഈ ഒരു കഫേയുടെ മാത്രം കുഴപ്പമില്ല കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ വ്ലോഗ് എടുക്കാൻ തന്നെ വേറെ അടുത്തൊന്ന് ഷേക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഈ ഷേക്കിന്റെ മാത്രം കുഴപ്പമില്ല, ഈ ഒരു സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള കുഴപ്പമാണ്. ഇനി ഈ പ്രകൃതി ഭംഗി പോലും ആസ്വദിക്കാനുള്ള ശേഷി എനിക്കില്ലാഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടന്ന് ഉറങ്ങി. പിന്നെ എണീക്കണത് അടുത്ത ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോഴാണ്. പക്ഷെ ആദ്യം തന്നെ ഞാൻ കണ്ടത് ഈ പാർക്ക് ആയതുകൊണ്ട് ഞാൻ ഒന്ന് പോയി ഊഞ്ഞാലാടിയിട്ടാണ് ഫുഡ് കഴിക്കാൻ കയറി. നമ്മൾ ഊണായിരുന്നു വാങ്ങിയ. അങ്ങനെ ഇലയിട്ട് ചോറും വിളമ്പി. പിന്നെ ഇത് പ്യുവർ വെജ് റെസ്റ്റോറന്റ് ആയതുകൊണ്ട് ഒരു കോളിഫ്ലവർ 65 വാങ്ങിയേ. ലാസ്റ്റ് അങ്ങനെ ഒരു ചൗരി പായസവും കൂടി കുടിച്ചു. ആഹാ, ഫുഡ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പോരാത്തതിന് നല്ല വൃത്തിയും നല്ല സർവീസും ആയിരുന്നേ. പിന്നെ അങ്ങനെ കുറേ പോയി കഴിഞ്ഞപ്പോ ഈ ഒരു സ്ഥലം കണ്ട അങ്ങനെ ഒന്ന് ഇറങ്ങി നിന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ ഈ നോക്കണം തന്നെ ഹെയർ കളറാണ് കേട്ടോ. കാരണം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ എന്റെ ഹെയർ കളർ ഇത്രയും നല്ലപോലെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടുന്ന് ഇറങ്ങി കുറെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ തെന്മല എത്തി. പിന്നെ അവിടുന്ന് ഡാമിന്റെ സൈഡിൽ കൂടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആഹാ, ഇതാരിത് ഫോട്ടോയ്ക്ക് എസ്തെറ്റിക് ചിൽപോസ് ഒക്കെ ഇട്ട് തരുന്നേ. പാവം പിന്നെ എന്തോ വലിയ ഡിപ്രഷനിലായിരുന്നേ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ചു നേരം ഒന്ന് ഉറങ്ങി കഴിഞ്ഞ് എണീറ്റപ്പോ എല്ലാരും പറഞ്ഞ് കിൻഫ്രൈഡ് അതുവഴി ഒന്ന് പോവാന്ന്. നമുക്ക് പിന്നെ എല്ലാ ദൈവങ്ങളും ഒന്നായതുകൊണ്ട് ഇടയ്ക്കൊക്കെ ചർച്ചിലും മുസ്ലിം പള്ളിയിലും ഒക്കെ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ മരുതുമൂട് പള്ളി കണ്ടപ്പോഴും കേറാണ്ട് അങ്ങോട്ട് പോകാൻ തോന്നിയില്ല കേട്ടോ. പിന്നെ മെഴുകുതിരിയും കത്തിച്ച് കൊന്തയും വാങ്ങിയിട്ടാട്ടോ വീട്ടിൽ വന്നേ. അതോടെ ഈ രാമേശ്വരം വ്ലോഗ് അവസാനിച്ചതായിട്ട് അറിയിച്ചുള്ളൂ. അപ്പൊ ടാറ്റാ.